എന്താണ് റീറ്റെയിൻഡ് ഏർണിങ്സ്? ഒരു കമ്പനിക്ക് 1,00,000 രൂപ പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ പ്രോഫിറ്റ് കിട്ടിയാൽ നമ്മൾ സ്വാഭാവികമായി എന്ത് ചെയ്യും? ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പം ഈ ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് എമൗണ്ട് എടുത്ത് മാറ്റി വെക്കുക. സേ ഫോർ എക്സാമ്പിൾ 1,00,000 രൂപ നമുക്ക് കിട്ടി, അതിൽ 20,000 രൂപ എടുത്ത് നമ്മൾ മാറ്റി വെക്കുന്നു. ബാക്കി 80,000 രൂപയ്ക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിവിഡൻഡ് ആയിട്ട് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത്. ഈ മാറ്റി വെക്കുന്ന എമൗണ്ട് കമ്പനിയുടെ ഗ്രോത്തിനും എക്സ്പാൻഷനും അതുപോലെ തന്നെ എന്തെങ്കിലും അൺഎക്സ്പെക്ടഡ് ഹാപ്പനിങ് വരുവാണെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് മോസ്റ്റ്ലി എടുക്കുന്നത്. അപ്പം അങ്ങനെ മാറ്റി വെക്കുന്ന ആ ഒരു 20,000 രൂപേനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റീറ്റെയിൻഡ് ഏർണിങ്സ് അല്ലെങ്കിൽ റീറ്റെയിൻഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, റീറ്റെയിൻഡ് ഏർണിങ്സും റീറ്റെയിൻഡ് പ്രോഫിറ്റും സെയിം ആണോ? സെയിം ആണ്. രണ്ടും ഒരേ ടേം ആണ്, ഒരേ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇനി ഒരു കൺഫ്യൂഷൻ വരുത്തരുത്. നിങ്ങളുടെ എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് അടുത്ത പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.